ഹലോ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടും ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു വിഭവമാണ് കേട്ടോ. ചപ്പാത്തി നമ്മളെ കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി കറികളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്ത് നന്നായി ഉടച്ചെടുത്തതാണ്. ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്താണ്. 3 കളറും ക്യാപ്സിക്കം ചെറുതായി സ്ലൈസ് ചെയ്തെടുത്താട്ടോ. ചിക്കൻ ഉപ്പ് ഇട്ടേച്ച് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അതും ചീകിയെടുത്തതാണ്. 1 കപ്പ് മല്ലിയില, ഒരു 4 പച്ചമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചിട്. അപ്പം ചൂടിനൊക്കെ പാകമല്ലേ, അതേപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ റെഡിയാക്കി എടുക്കുക. ചപ്പാത്തി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ. ആ മാവ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ പാനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ ഇനി അതിൻ്റെ മുകളിലും ചപ്പാത്തി നമ്മൾ ഒരു പുറത്തേ വെച്ചിട്ടുള്ളൂല്ലോ, അതിൻ്റെ ഇങ്ങനെ പുറത്തും വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിക്ക് വെച്ച് കൊടുക്കണ്ട കേട്ടോ, കാരണം കുറച്ച് ചപ്പാത്തിയുടെ അതേ അളവിൽ നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പുറം നമുക്ക് ഇതേപോലെ മറിച്ചിടാം കേട്ടോ. ഇനി ചപ്പാത്തിക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഈ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ, തിരിച്ച് മറിച്ച് വിട്ടേച്ച് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ചട്ടിയിൽ നിന്ന്. അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.